പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സ്കൂൾ മാനേജ്മെന്റ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് അവാസ്തവമാണ്. ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ കുട്ടിയെ സ്കൂളിൽ നിന്നും ആരും പുറത്താക്കിയിട്ടില്ല. ദൃശ്യങ്ങൾ സഹിതം തങ്ങളുടെ പക്കൽ ഉണ്ടെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. തെറ്റായ റിപ്പോർട്ടിന്മേലാണ് മന്ത്രി നടപടി ആവശ്യപ്പെട്ടത്. ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും സ്കൂൾ മാനേജ്മെന്റ് അധികൃതരും അഭിഭാഷകയും വ്യക്തമാക്കി. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ കുട്ടിയുടെ രക്ഷിതാവും കുട്ടിയും സ്കൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചുകൊണ്ട് കുട്ടിയെ സ്കൂളിൽ വിട്ടുകൊള്ളാമെന്ന് ഇന്നലെ നടന്ന ചർച്ചയിൽ സമ്മതിച്ചതാണ്. അതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ. സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും വിശദീകരണം തേടിയെന്നുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അനുവദിക്കില്ല. ഗുരുതരമായ കൃത്യവിലോപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ലംഘനവുമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്റെ മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിൽ വിരുദ്ധമായ നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടും അതിന്മേലുള്ള മന്ത്രിയുടെ വിശദീകരണം തേടിയുമായുള്ള മെയില് സ്കൂളിൽ ലഭിക്കുന്നത് ഇന്ന് രാവിലെ 9:30. എന്നാൽ അവാസ്തവമായ റിപ്പോർട്ടും അതിന്മേലാണ് മന്ത്രിയുടെ ഇടപെടലെന്നുമാണ് സ്കൂൾ മാനേജ്മെന്റ് അധികൃതരുടെ നിലപാട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ വി വോണ്ട് ഡിനൈ. ഞങ്ങൾ ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല. സ്റ്റിൽ നൗ ഷീ ഈസ് അവർ സ്റ്റുഡന്റ്. നിലവിൽ ഒത്തിരിയേറെ മുസ്ലിം സ്റ്റുഡൻസ് നമുക്കിവിടെ പഠിക്കുന്നുണ്ട്. അവരെല്ലാം സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. സ്കൂളിന്റെ ആർട്സ് ഡേ നടന്ന ദിവസത്തിലാണ് കുട്ടി ഹിജാബ് ധരിച്ചെത്തിയത്. അന്ന് കുട്ടിയെ ആരും തന്നെ പുറത്താക്കിയിട്ടില്ല. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം തങ്ങളുടെ പക്കലുണ്ടെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ പറയുന്നത്. സത്യവിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എവിഡൻസോടുകൂടെ അതങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി വിട്ടിട്ടുണ്ട്. സ്കൂളിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ യൂണിഫോമിറ്റിയെക്കുറിച്ചും പങ്കുവയ്ക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം രക്ഷിതാക്കൾ അറിഞ്ഞ് കൃത്യമായ രീതിയിൽ ഒപ്പുവെച്ചാണ് കുട്ടികളെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഈയൊരു വിവാദമെന്നാണ് മാനേജ്മെന്റ് ചോദിക്കുന്നത്. ലിംഗപരമായ വ്യത്യാസം പോലും ഇല്ലാതെ ആണും പെണ്ണും ഒരേ വസ്ത്രം ധരിച്ച് സ്കൂളിൽ എത്തേണ്ട ഒരു കാലത്ത് ഇത്തരത്തിലുള്ള മൈന്യൂട്ട് വിഷയങ്ങളിലായിരിക്കരുത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധ. ഇറ്റ് ഈസ് ഫോർ ദ സ്കൂൾ മാനേജ്മെന്റ് ടു ഡിസൈഡ് ആസ് ടു വാട്ട് ഈസ് ദെയർ യൂണിഫോം. സ്കൂളുകളുടെ NOC ഒക്കെ പുതുക്കേണ്ട സമയമാണിതെന്ന മന്ത്രിയുടെ മൃദുഭീഷണിയാണ് പിന്നീടുണ്ടായത്. NOC പുതുക്കുന്നത് നമ്മളാണല്ലോ, വിദ്യാഭ്യാസ വകുപ്പാണല്ലോ പുതുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോകുക. CBSE അഫിലിയേഷന് സർക്കാരിന്റെ NOC ആവശ്യമില്ല എന്ന കാര്യം മന്ത്രി അറിയണമെന്നും ഇങ്ങനെയൊരു സ്റ്റാൻഡ് എടുത്തല്ല സ്കൂളുകളെ പിന്തിരിപ്പിക്കേണ്ടതെന്നുമായിരുന്നു മാനേജ്മെന്റിന്റെ മറുപടി. വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളെ യാതൊരു രീതിയിലും പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന നോട്ടീസാണ് അദ്ദേഹത്തിൻ്റെത്. രമ്യമായി പരിഹരിക്കേണ്ട ഒരു വിഷയമാണിത്. സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും പഠനാന്തരീക്ഷത്തെ ബാധിക്കാതെയും വിവാദങ്ങൾ സൃഷ്ടിക്കാതെയും കൃത്യമായ ഇടപെടലുകൾ അധികാരികൾ നടത്തുകയാണ് വേണ്ടത്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.